ഈ ക്യാമ്പസിൽ വീണ്ടും വരാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കലാലയങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്ന സമയത്ത് പരമാവധി പങ്കെടുക്കാറുണ്ട്. അത് വളരെ തിരക്കുകളുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒഴിവാക്കാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മളെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കേൾക്കാനിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് നാളത്തെ തലമുറയുടെ അല്ലെങ്കിൽ തലമുറയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ എൻ്റെയൊക്കെ മുൻപുണ്ടായിരുന്നൊരു ജീവിതം, ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ സമാന പ്രായക്കാരായ വ്യക്തികളിൽ നിന്നൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അത് ഇനി എന്നെപ്പോലെ വരുന്ന കുറേയധികം മനുഷ്യർക്ക്, ഇനി എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ കലാലയത്തിൽ നിങ്ങളോടൊപ്പം പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലോ ഇനി ഭാവിയിൽ അങ്ങനെ വരുന്ന കുട്ടിയാണെങ്കിലോ നമ്മുടെ അജ്ഞത കാരണം അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കാരണം യാതൊരു തരത്തിലുമുള്ള ഒരു ബുദ്ധിമുട്ട് അത്തരം വ്യക്തികൾക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എങ്ങനെ ഇടപെടണം എന്നതിനെപ്പറ്റി നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ വിചാരിക്കും, നാളെ ഇത് കേൾക്കുന്ന എല്ലാവരും ഞാൻ മാറി ചിന്തിക്കാം എന്ന് കരുതുമെന്നൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ എന്നെ ശ്രവിക്കുന്ന നിങ്ങളൊരു 100 പേരുണ്ടെങ്കിൽ 10 പേർ നിങ്ങൾ എൻ്റെ ഭാഗത്തും ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, ഞാൻ മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റമായി സമൂഹത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം അതുകൊണ്ടുകൂടെയാണ് ഇത്തരത്തിലുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതും കുറച്ച് ദൂരമാണെങ്കിൽ പോലും യാത്ര ബുദ്ധിമുട്ടൊന്നും പരിഗണിക്കാതെ തന്നെ ഞാൻ എത്തിച്ചേർന്നതും. അപ്പോൾ ഈ ഒരു ക്ഷണത്തിന് ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള ഈ ഒരു പരിപാടിയുടെ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള മുഴുവൻ പേരോടും എൻ്റെ നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. സാർ ഇന്നലെ സംസാരിക്കുന്ന സമയത്താണ് സമഭാവന സമന്വയത്തിലേക്കുള്ള ഭാവന എന്ന രീതിയിൽ ഒരു ടോപ്പിക്ക് പറയുന്നത്. അത് എന്താണ് സമഭാവന എന്ന് നമ്മൾ അറിയണം. എന്നാലേ ആ സമഭാവനയിലേക്കുള്ള ദൂരം എത്രത്തോളം ആണ് എന്ന് ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിന് പലപ്പോഴും നമ്മൾ ആരാണ് എന്നൊരു സ്വയാവബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മോടൊപ്പം നിലനിൽക്കുന്ന മനുഷ്യർ എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുവഴിയാണ് നമുക്കൊരു പരിധിവരെ ഇത്തരത്തിലുള്ള യാതൊരു മുൻവിധികളും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ചേർത്ത് നിർത്താനും അവരുടെ പ്രശ്നങ്ങൾ എൻ്റെയും കൂടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാനും സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനു മുൻപ് ഈ ക്യാമ്പസിലേക്ക് വന്ന് സംസാരിക്കുന്ന സമയത്ത് അപർണയുടെ വിഷയം ഇവിടെ സൂചിപ്പിച്ചു. അപർണ സംസാരിക്കുന്ന സമയത്ത് അതിന്നും എനിക്ക് ഓർമ്മയുണ്ട്. അത് അയാളുടെ ഉള്ളിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിരുന്നു. ഇതിന് ഏതൊക്കെ രീതിയിലാണോ നമുക്കിതിനെ സ്വാഭാവികമാക്കി മാറ്റാൻ സാധിക്കുക, എല്ലാവരിലേക്കും ഇതിൻ്റെ ഒരു ധാരണ എത്തിക്കാൻ സാധിക്കുക, അത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ഇതോടുകൂടിയാണ് എന്നെ വന്ന് കാണുകയും സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി എന്നോട് വന്ന് സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ഓർക്കുന്നത് എൻ്റെ കുട്ടിക്കാലവും എൻ്റെ വീട്ടുകാരും എന്നോടൊപ്പം പഠിച്ചു പോയ കുറേയധികം സുഹൃത്തുക്കളെയൊക്കെയാണ്. അപ്പോൾ ഒരു വലിയൊരു കാലഘട്ടത്തിൽ ശരിക്കും ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയില്ല. ഞാൻ സമാധാനിക്കുന്ന എങ്ങനെയാണ്, ഇത്തരം വിഷയങ്ങളെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ലാത്ത മനുഷ്യർ ഏതൊക്കെയോ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് മനുഷ്യരോട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പല ബുദ്ധിമുട്ടുകളും വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളിരിക്കുന്ന എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ടാവും. ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന എല്ലാ സാങ്കേതിക വിദ്യയും നമുക്ക് മുന്നിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു വിഷയത്തിൻ്റെ ആധികാരികത എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സംവിധാനത്തെ മെച്ചപ്പെട്ട നിലയിലൊന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പം അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഗൗരവത്തോടു കൂടി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വേറൊരു വ്യക്തിയിലേക്ക് അത് എത്തിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ചില ജീവിതങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ചില മനുഷ്യരെപ്പറ്റി വലിയ തെറ്റിദ്ധാരണകളോ അബദ്ധധാരണകളോ നമ്മൾ തന്നെ വെച്ച് പുലർത്താറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ നേരത്തെ ടീച്ചറോട് സംസാരിക്കുമ്പോഴും പറഞ്ഞൊരു വിഷയമാണ്, കറുത്തിരിക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് കളിയാക്കാൻ തോന്നുക, ചിരിക്കാൻ തോന്നുക,
തടിയുള്ള മനുഷ്യനെ കണ്ടാൽ നമുക്ക് കളിയാക്കാൻ തോന്നുക, ചിരിക്കാൻ തോന്നുക. ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ അറിയാതെ നമ്മുടെ ഏറ്റവും ചെറിയ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്ന ചില സങ്കേതങ്ങളാണ് ചെറിയ കുട്ടികളെ കൊണ്ട് പോലും ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും സെക്സ് എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി, ജെൻഡർ എന്ന വിഷയത്തെപ്പറ്റി, സെക്ഷുവാലിറ്റി എന്ന വിഷയത്തെപ്പറ്റിയൊക്കെ ഒരുപാട് അബദ്ധധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു വിഭാഗം ഒരു സ്ഥലത്ത് കുറേയധികം പേര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും നെഗറ്റീവായിട്ട് ഈ വിഷയത്തെ എങ്ങനെ സ്പ്രെഡ് ചെയ്യാം എന്ന് ചിന്തിക്കുകയും ആ രീതിയിൽ ഇതിൻ്റെ ഒരു നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരും നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിന് പലതരത്തിലുള്ള സങ്കേതങ്ങളെ ഒരുപക്ഷെ അവർ കൂട്ടുപിടിച്ചേക്കാം. അത് മതമടക്കമുള്ള സ്ഥാപനങ്ങളെ വളരെ പ്രബലമായി പിടിച്ചുകൊണ്ട് ഇതിലേക്ക് ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യവും വസ്തുതയായിട്ട് നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലടക്കം ഈ ജെൻഡർ എഡ്യൂക്കേഷന് കുറച്ച് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ നോക്കിയാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്ന സമയത്തും ഒക്കെ നമ്മുടെ കരിക്കുലത്തിലൊക്കെ തന്നെ കാര്യമായ രീതിയിൽ ജെൻഡർ എഡ്യൂക്കേഷന് കുറച്ച് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ജെൻഡർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജെൻഡർ ഇക്വിറ്റിയോ ഇക്വാലിറ്റിയോ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് കേവലം ഒരു സ്ത്രീ ശാക്തീകരണത്തിലേക്ക് മാത്രം ഒതുങ്ങുകയും ഈ ജെൻഡർ എന്നുള്ള ആശയത്തിലെ ഇൻ്റർസെക്ഷനാലിറ്റിയെ നമ്മൾ പലപ്പോഴും അറിയാതെയോ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാതെയോ പോകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സെക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ? എത്ര പേർക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെക്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? പരസ്പരം നോക്കി അറിയാൻ പറ്റുമോ? കുട്ടി ജനിക്കുന്നു, വീടിനടുത്തൊരു കുട്ടി ജനിച്ചു, നമ്മൾ എന്താ ചോദിക്കുക? ഓർക്കെ, ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ എങ്ങനെ അറിയുന്നത് ആണും പെണ്ണുമാണെന്ന്? വീടിനടുത്ത് കുട്ടി ജനിച്ചു, നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയും അത് ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് എന്നുള്ളത്? കുട്ടിയുടെ ശാരീരിക പ്രത്യേകത നോക്കി പറയും അല്ലേ? കുട്ടിയുടെ അവയവം, ലൈംഗിക അവയവം ഏതാണോ ആ ലൈംഗിക അവയവത്തെ അടയാളപ്പെടുത്തി നമ്മൾ പറയാറുണ്ട് ഇത് ആണാണ് അല്ലെങ്കിൽ ഇത് പെണ്ണാണ് എന്നുള്ളത്. അപ്പം എത്ര സെക്സ് ഉണ്ട് നമുക്ക്? 4 2. ഏതൊക്കെ? മെയിലും ഫീമെയിലും. അല്ലാതെ വേറെ ഏതെങ്കിലും സെക്സ് ഉണ്ടോ? ഇല്ല. നമുക്കറിയില്ലാത്തതാണോ അതോ നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് ബൈനറിയെ കുറിച്ച് മാത്രമാണ്, ദ്വന്ദ്ങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന 2 വിഭാഗങ്ങളെപ്പറ്റി മാത്രം നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ ശാരീരിക പ്രത്യേകത നോക്കും. മെയിൽ ആണോ ഫീമെയിൽ ആണോ, ശാരീരിക അവയവം ഏതാണ്, ലൈംഗിക അവയവം ഏതാണ്, അത് നോക്കി നമ്മൾ തീർച്ചപ്പെടുത്താറുണ്ട് അത് പുരുഷനാണ് അല്ലെങ്കിൽ അത് സ്ത്രീയാണ്, അല്ലെങ്കിൽ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്നുള്ളത്. 2 പ്രത്യേകതയും ഒരു കുട്ടിയിൽ കണ്ടാലോ അപ്പം എന്ത് വിളിക്കും? ഒരു കുട്ടി ജനിക്കുന്നു, 2 തരത്തിലുള്ള ശാരീരിക പ്രത്യേകത ആ കുട്ടിയിൽ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ആ കുട്ടിയെ ഏത് സെക്സിൽപ്പെടുത്തും? ആർക്കെങ്കിലും? അങ്ങനെ കുട്ടികൾ ജനിക്കുന്നുണ്ടെന്നുള്ളതാണ്. 2 തരത്തിലുള്ള ശാരീരിക പ്രത്യേകത ഒരു കുട്ടിയിലുണ്ടാകാം. അത് ആ കുട്ടിയുടെ ബാഹ്യ ശാരീരിക അവസ്ഥ നോക്കുന്ന സമയത്ത് മെയിൽ ഓർഗനും ഫീമെയിൽ ഓർഗനും ഉണ്ടാവാം. ഏതെങ്കിലും ഓരോ ഓർഗൻ പാർഷ്യലി ഡെവലപ്ഡ് ആയിരിക്കാം, ഒരെണ്ണം കുറച്ച് ഡോമിനൻ്റ് ആയിരിക്കാം. ഇനി ഇൻറ്റേർണലി ചിലപ്പോൾ അത്തരം കുട്ടികൾക്ക് യൂട്രസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഓവറി ഉണ്ടാവാം. പക്ഷെ പുറമേ കാണുന്ന ഒരു മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിരിക്കും. മേ ബി അത് പാർഷ്യലി മാത്രം ഡെവലപ്ഡ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ ശാരീരിക അവസ്ഥയിൽ തന്നെ വ്യത്യസ്തതയോടുകൂടി തന്നെ ജനിക്കുന്ന കുട്ടികൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ
ആൺ പെൺ എന്ന് പറയുന്ന ലിംഗനിർണ്ണയത്തിന് പ്രധാനപ്പെട്ട ഘടകങ്ങളായി നമ്മൾ പരിഗണിച്ചു പോരുന്നത് എന്തൊക്കെയാണ്? ഈ ക്രോമസോമുകളാണ്, അല്ലെങ്കിൽ ഗൊണാഡുകളാണ്, അല്ലെങ്കിൽ ഹോർമോണുകളാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ XX എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടാകുന്നു, XY എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടാകുന്നു. അത് ഈ പറയുന്ന മെയിലായിട്ടും ഫീമെയിലായിട്ടും നമ്മൾ പരിഗണിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇത് രണ്ടും അല്ലാതെയുള്ള വേറെയും ചില ക്രോമസോമൽ പാറ്റേണുകൾ വളരെ സ്വാഭാവികമായി തന്നെ സംഭവിക്കാം എന്നുള്ളത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചിരുന്നത് നമ്മുടെ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബയോളജി പ്രത്യുൽപാദനം പഠിക്കാറുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ചില ക്രോമസോമൽ പാറ്റേണുകൾ ഉണ്ടാവാം. ഇപ്പോൾ XXY എന്ന് പറയുന്നൊരു ക്രോമസോം പാറ്റേൺ ഉണ്ടാവാം, അല്ലെങ്കിൽ XX0 അങ്ങനെ ഒരു ക്രോമസോം പാറ്റേൺ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ക്രോമസോമൽ പാറ്റേണോട് കൂടി തന്നെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയിൽ ഇത്തരത്തിലുള്ള 2 തരത്തിലുള്ള ശാരീരിക പ്രത്യേകതകൾ ഉണ്ടാവാം. അത്തരം കുട്ടികളെയാണ് നമ്മൾ ഇൻ്റർസെക്സ് വിഭാഗത്തിൽപ്പെടുത്തി പരിഗണിക്കുന്നത്. അപ്പോൾ സെക്സിൻ്റെ എണ്ണം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സെക്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ, അത് ഒരിക്കലും ബൈനറി അല്ല എന്നുള്ളതാണ്. ആണും പെണ്ണും മാത്രമല്ല സെക്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് നമുക്ക് പെടുത്താൻ സാധിക്കുക. അവിടെ മൂന്നാമതൊരു സെക്സ് കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ സ്വാഭാവികമായി തന്നെ ജനിക്കുന്ന കുട്ടികളാണ്. പക്ഷേ അത്തരം കുട്ടികൾക്ക് പോലും പലതരത്തിലുള്ള വൈകല്യങ്ങളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അത്തരം കുട്ടികളുടെ ഒരു കറക്റ്റീവ് സർജറികളൊക്കെ ചെയ്ത് ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ഏറ്റവും പ്രതിസന്ധിയിലും പ്രതികൂല അവസ്ഥയിലുമാക്കി മാറ്റി നിർത്തുന്ന കുടുംബമുണ്ട്. സമൂഹമടക്കം അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ആൺ പെണ്ണെന്ന് പറയുന്ന ബൈനറി ആയിട്ട് മാത്രമല്ല കുട്ടികൾ ജനിക്കുന്നത്. നമ്മോടൊപ്പം ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ള അറിയുന്ന പലർക്കും അത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാവാം. അത് ജനിക്കുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ അറിയണം എന്നില്ല. വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ടതായ ചില ശാരീരിക മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ സംഭവിക്കാതിരിക്കുന്ന സമയത്ത് ചില ടെസ്റ്റുകളൊക്കെ നടത്തി നമുക്കറിയാൻ സാധിക്കും അത് ഇത്തരത്തിലൊരു ഓറിയൻറ്റേഷനുള്ള കുട്ടിയാണ്, ഇൻ്റർസെക്സ് ഓറിയൻറ്റേഷനുള്ളൊരു കുട്ടിയാണ് എന്ന് വളരെ കൃത്യമായി നമുക്കറിയാൻ പറ്റും. അപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ജീവശാസ്ത്രപരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ശാരീരിക പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അതിന് ജീവശാസ്ത്രപരമായിട്ടുള്ള ഏറ്റവും പ്രധാനമായ സവിശേഷതയാണ് അതിൻ്റെ ഹോർമോണുകളോ ഗൊണാഡുകളോ അതിൻ്റെ ക്രോമസോമൽ പാറ്റേണുകളോ എന്ന് പറയുന്നത്. ഇനി എന്താ ജെൻഡർ? നിങ്ങളുടെ ജെൻഡർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ ഇരിക്കുമോ? നിങ്ങളുടെ സെക്സ് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ ശാരീരിക അവസ്ഥ, നിങ്ങളുടെ ഫിസിക്കൽ ഫീച്ചർ എന്താണോ, നിങ്ങളുടെ നിലവിലുള്ള ബയോളജിക്കൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ സെക്സ് നിർണ്ണയിക്കുന്നത്. അത് കൃത്യമായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരാളുടെ ജെൻഡർ നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ജെൻഡർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എക്സാക്ട്ലി. ഒരാളുടെ മെൻ്റൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദ ഇന്നർ സെൻസ് ഓഫ് ഫീലിംഗ് വാട്ട് വി ആർ എന്നുള്ളതാണ്. ഞാൻ എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുകയും അടയാളപ്പെടുത്തുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നത്, അതാണ് അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരാളുടെ ചോയ്സ് അല്ല, നമുക്കൊരിക്കലും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല അയാളുടെ ജെൻഡർ എന്ന് പറയുന്നത്. അത് ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ അവസ്ഥയ്ക്കനുസരിച്ച് ആ വ്യക്തി രൂപപ്പെടുത്തിയെടുക്കുന്ന ഒന്നാണ് അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ജെൻഡർ ഉണ്ടെന്ന് ചോദിച്ചാൽ സെക്സ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റി. മെയിലാണെന്നും ഫീമെയിലാണെന്നും ഇൻ്റർസെക്സ് ആണെന്നും പറയാൻ പറ്റി. അപ്പോൾ എത്ര ജെൻഡർ ഉണ്ട് എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമുക്ക് എത്ര ജെൻഡർ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും? ഈ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്? ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉയർത്തിക്കോ. ഇല്ലാത്ത ആൾക്കാരെങ്കിലും ഉണ്ടോ? അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അല്ലേ, എല്ലാവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പേര് കൊടുക്കാറുണ്ട്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാറുണ്ട്. അവിടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കോളം നമ്മുടെ ജെൻഡറാണ്. അവിടെ നിങ്ങളെല്ലാവരും ചൂസ് ചെയ്തിട്ടുണ്ടാവുക മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നായിരിക്കും. ഞാനൊരു നോൺ ബൈനറി പേഴ്സണാണ്. ഞാൻ മെയിലായും ഫീമെയിലായും ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി എനിക്ക് വളരെ കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് ഞാൻ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. കാരണം
ഞാൻ ഈ പറയുന്ന മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്ന കോളത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ ജെൻഡർ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ സാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നായിരിക്കും ഞാൻ നോക്കുക. ഇപ്പോൾ ഫോണുള്ളവരാരും നോക്കണ്ട, എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് പോയി നോക്കിയാൽ മതി. അവിടെ കസ്റ്റം എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ആ കസ്റ്റം ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം 18ഓളം ജെൻഡറുകൾ അവിടെ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റഡീസ് പറയുന്നത് there are 72 ടൈപ്സ് ഓഫ് ജെൻഡർ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മളിവിടെ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന 2 കളങ്ങളിൽ വരച്ചിട്ട് ആ കളങ്ങളിൽ മനുഷ്യരെ ഒതുക്കുകയും ആ രീതിയിൽ മനുഷ്യരെ മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ കളങ്ങളിലേക്ക് വരാത്ത മനുഷ്യരെ അസ്വാഭാവികതയുള്ളവരായി, മാനസിക രോഗമുള്ളവരായി, വൃത്തികെട്ട മനുഷ്യരായിട്ട് മാത്രം ചിത്രീകരിക്കുകയും കുടുംബങ്ങളടക്കമുള്ള ഓരോ സാമൂഹ്യ സ്ഥാപനങ്ങളും ഇത്തരം മനുഷ്യരെ ഏറ്റവും മോശമായി വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു സമീപനവും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ജെൻഡർ ഒരു മനുഷ്യൻ്റെ ചോയ്സേ അല്ല. നിങ്ങൾ പ്രിവിലേജ്ഡായിട്ട് നിങ്ങളൊരു പുരുഷനാണെന്നോ സ്ത്രീ ആണെന്നോ പറയുന്നത് നിങ്ങളുടെ ആർക്കും അസൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഒന്ന് മാത്രമാണ്, നിങ്ങളുടെ ചോയ്സ് അല്ല. സമൂഹത്തിൽ നമുക്ക് നമ്മുടെ ജെൻഡർ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ബ്രെയിനിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് നമ്മളിൽ എന്താണോ കോഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഒരു പുരുഷനാണ്, ഞാനൊരു പുരുഷനാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണെന്ന് എപ്പോൾ തോന്നിയെന്ന് ചോദിച്ചാൽ അത് നിങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ശാരീരിക മാനസിക മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് നിങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ പെൺകുട്ടിയായി ജനിച്ച അല്ലെങ്കിൽ ആൺകുട്ടിയായി ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ, നമ്മുടെ കൗമാര കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. അത് ശാരീരിക മാറ്റങ്ങളാവാം അല്ലെങ്കിൽ മാനസിക മാറ്റങ്ങളാവാം. അത് നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അടക്കം ഡെവലപ്പ് ചെയ്യുന്നൊരു പ്രായത്തിൽ നമ്മൾ നമ്മുടെ ജെൻഡറിനെ പറ്റി ഒരു ഏകദേശ ധാരണ രൂപപ്പെടുത്തി എടുക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ പ്രായത്തിലാണ് വളരെ കൃത്യമായി നമ്മുടെ സെക്സ് എന്താണ്, ആ സെക്സിന് ആനുപാതികമായിട്ടുള്ള ജെൻഡർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ശാരീരിക അവസ്ഥ സ്ത്രീയുടേതായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ വളരെ പൂർണ്ണമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സെക്സും ജെൻഡറും ഫീമെയിലാണ് എന്ന് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അതിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ ഇപ്പോൾ ഫീമെയിൽ അസൈൻ സെക്സ് ആയിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡോളസൻ്റ് ഏജിലേക്ക് എത്തുന്ന സമയത്ത് മെൻസ്ട്രുവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾക്ക് സ്വകാര്യ ഭാഗങ്ങളിൽ രോമവളർച്ച ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളെ വളരെ പൂർണ്ണമായും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് കൊണ്ടാണ് സെക്സിലും ജെൻഡറിലും നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഇല്ലാത്തത്. നിങ്ങളുടെ അസൈൻഡ് സെക്സിന് ആനുപാതികമായിട്ടുള്ള ജെൻഡർ തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഇനി ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അസൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത് സെക്സ് മെയിലാണ്. ആ മെയിൽ ബോഡിയിൽ സംഭവിക്കേണ്ടതായ കുറേയധികം മാറ്റങ്ങൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്നു. ആ മാറ്റങ്ങൾ അയാൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. അയാളുടെ ജെൻഡർ മെയിലാണ് അല്ലെങ്കിൽ പുരുഷനാണ് എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാനും ശ്രമിക്കുന്നു. അവിടെയും ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത എന്ന് വെച്ചാൽ സെക്സിലും ജെൻഡറിലും കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത മനുഷ്യരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ് ജെൻഡർ വ്യക്തികൾ. CIS ജെൻഡർ. നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന മെജോറിറ്റിയും ഒരുപക്ഷെ സിസ് ജെൻഡർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇനി ഇതിന് വിപരീതമായിട്ട് സംഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അസൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്ന സെക്സ് ഒന്നായിരിക്കാം, എന്നാൽ ആ അസൈൻഡ് സെക്സിന് ആനുപാതികമായിട്ടുള്ള ജെൻഡർ ആയിരിക്കില്ല അയാൾക്കുണ്ടാവുക. അയാൾക്ക് മെയിലായിട്ടായിരിക്കും സെക്സ് അസൈൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അയാളുടെ ജെൻഡർ കൊണ്ട് അയാൾ തിരിച്ചറിയുന്നത് ഞാനൊരു ഫീമെയിലാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണ് എന്നായിരിക്കും. ഇനി അസൈൻഡ് സെക്സ് ഫീമെയിലായിരിക്കാം, പക്ഷെ അയാൾ മനസ്സിലാക്കുന്നത് ഞാനൊരു പുരുഷനാണ് എന്നായിരിക്കാം. ഇനി വളരെ കൃത്യമായി സ്ത്രീയാണെന്നും പുരുഷനാണെന്നും ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. അവരെയാണ് നമ്മൾ വളരെ കൃത്യമായി പറയുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികളെന്ന്. അപ്പോൾ സിസ് ജെൻഡറും ട്രാൻസ്ജെൻഡറും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു അംബ്രല ടേമാണ്. അതിനകത്ത് ഏകദേശം ഒരു 10-18ഓളം ഐഡൻറ്റിറ്റികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ജെൻഡർ സ്പെക്ട്രം എന്താണെന്ന് നോക്കിയാൽ മതി. ആ ജെൻഡർ സ്പെക്ട്രം നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ സ്പെക്ട്രത്തിൻ്റെ 2 എക്സ്ട്രീമുകൾ എന്ന് പറയുന്നത് മസ്കുലിനിറ്റിയും ഫെമിനിറ്റിയുമാണ്. സ്ത്രീത്വം അല്ലെങ്കിൽ പുരുഷത്വം എന്ന് പറയുന്ന
രണ്ട് എക്സ്ട്രീമുകളാണ്. ഈ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത സിസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ജെൻഡർ എന്ന് പറയുന്നത് ഈ എക്സ്ട്രീമിന് അടുത്ത് വരെ മാത്രം പോകും. ആ 100% പുരുഷത്വത്തിലേക്കോ 100% സ്ത്രീത്വത്തിലേക്കോ നിങ്ങളുടെ ജെൻഡർ എത്തുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാരും 100% സ്ത്രീകളും 100% പുരുഷന്മാരുമല്ല എന്നുള്ളതാണ്. എല്ലാ വ്യക്തികളിലും നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ആണത്വവും പെണ്ണത്വവും ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പുരുഷത്വവും സ്ത്രീത്വവും ഏറ്റക്കുറച്ചിലുകളാണ് ഒരു വ്യക്തിയിൽ സംഭവിക്കുക. ആ ഏറ്റക്കുറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ ജെൻഡർ കൃത്യമായി എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഏകദേശം 72ഓളം ജെൻഡർ വൈവിധ്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ട്രാൻസ്ജെൻഡർ അടക്കമുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത് 2014 ശേഷമാണ് എന്നുള്ളത്. 2014 ഒരു സുപ്രധാനമായ വിധിയാണ്, ചരിത്രപരമായ ഒരു കോടതി വിധിയാണ്. ഇത്തരത്തിലുള്ള കുറേയധികം മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അവരുടെ പ്രശ്നങ്ങളിൽ വളരെ സമഗ്രമായ ഇടപെടൽ അനിവാര്യമാണ് എന്നൊരു തിരിച്ചറിവിലേക്കും ഒരു സുപ്രധാനമായ വിധി പ്രസ്താവത്തിലേക്കും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം എത്തുന്നത്. അത് നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസാണ്. ഈ ഏകദേശം ആ ജഡ്ജ്മെൻറ്റ് വന്ന് ഇപ്പോൾ 10 വർഷം പൂർത്തിയാവുകയാണ്. ആ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് അടക്കം സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ വലിയ വലിയ മാറ്റങ്ങളാണ്. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റം ഈ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയകളടക്കം ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് ട്രാൻസ് വ്യക്തികളെ കാണാറുണ്ട്. ഈ പറയുന്ന LGBT വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾ കാണുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട് എന്ന് പറയുന്നത് ഈ 10 വർഷം കൊണ്ട് ഇത്തരം മനുഷ്യർ കൂടുതൽ സമൂഹത്തിൽ ദൃശ്യരാകാൻ തുടങ്ങിയിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആശയങ്ങളല്ല ഈ സെക്സും ജെൻഡറും എന്ന് പറയുന്ന ആശയങ്ങൾ. അതിനപ്പുറത്തേക്ക് അത് വിശാലമാണ്, അത് വൈവിധ്യമാണ്. ആ വിശാലതയും വൈവിധ്യവും വളരെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കാനും അവരെ സമീപിക്കാനും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരാളുടെ ജെൻഡർ എന്ന് പറയുന്നത് അയാളുടെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി ആണെന്നും അത് അയാൾക്ക് മാത്രം പറയാൻ സാധിക്കുന്ന ഒന്നാണെന്നും വളരെ കൃത്യമായി പറഞ്ഞത് സുപ്രീം കോടതിയാണ്. രാജ്യത്തിൻ്റെ നീതിപീഠം പറഞ്ഞത് ഈ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതാണ്. അയാളുടെ ചുറ്റുപാടിനും അയാളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കും അനുസരിച്ചിട്ട് അയാളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് അയാൾക്ക് മാത്രം നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അത് സ്വയം നിർണയ അവകാശമാണ് എന്നുള്ളതാണ്. എൻ്റെ ജെൻഡർ എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല, നിങ്ങളുടെ ജെൻഡർ എന്താണെന്ന് പറയാൻ എനിക്ക് ഒരവകാശമില്ല. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നമ്മുടെ ജെൻഡറായിട്ട് മനസ്സിലാക്കി എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെ സ്വാഭാവികമായി മനസ്സിലാക്കാനും അതിനെ സ്വാഭാവികമാണെന്ന് കരുതി അംഗീകരിക്കാനും സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വളരെ കൃത്യമായിട്ട് ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടുകൊണ്ട് അയാളുടെ ജെൻഡർ അസസ് ചെയ്യരുത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന താടിയും മീശയും ഒക്കെയുള്ള പുരുഷൻ്റെ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ട് അയാൾ പുരുഷനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അയാൾ പുരുഷനാണോ, അയാൾ സ്ത്രീയാണോ, അയാൾ വേറെ ഏതെങ്കിലും ജെൻഡറുള്ള ആളാണോ എന്ന് പറയാനുള്ള എല്ലാ അവകാശവും അയാൾക്ക് മാത്രമാണ്. അയാൾ ആ പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് ഒരു ജെൻഡർ വളരെ കൃത്യമായി എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് സംഭവിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ തുടക്കം പറഞ്ഞ പോലെ കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നു ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നു. ആണാണെങ്കിൽ അവിടെ നമ്മൾ വളരെ കൃത്യമായ സ്റ്റീരിയോ ടൈപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുടുംബം. എന്ന് വെച്ചാൽ ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ അയാൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കൃത്യമായി വലിയ ഈ മെഷീനുകളോ ലോറികളോ വലിയ വാഹനങ്ങളോ ഒക്കെ അതിൻ്റെ മിനിയേച്ചർ ഫോമുകൾ നമ്മൾ അത്തരം ആൺകുട്ടികൾ എന്നുള്ള നിലയിൽ കളിക്കാൻ വാങ്ങിക്കൊടുക്കുന്നു. വളരെ കൃത്യമായി നിറങ്ങൾ ഇമ്പോസ് ചെയ്തുകൊണ്ടുള്ള, ഇപ്പം നീല നിറം പുരുഷന്മാർക്കുള്ളതാണ് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കുള്ളതാണെന്ന് കരുതിക്കൊണ്ട് ആ ആൺകുട്ടിക്ക് നമ്മൾ നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു. ഇനി പെൺകുട്ടിയാണെന്ന് കണ്ടാൽ നമ്മൾ ടോയ്സ് പരിഗണിക്കുന്ന സമയത്ത് ചെറിയ ഡോളുകളായിരിക്കാം, അല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ഒക്കെ വളരെ മിനിയേച്ചർ ഫോമുകൾ നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കാറുണ്ടെന്ന് പറയുന്നിടത്ത് വളരെ കൃത്യമായി പിങ്ക് നിറത്തിലുള്ള വസ്ത്രം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കൃത്യമായി ജെൻഡർ ബൈനറി ആണെന്നും
ആ ബൈനറിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടതെന്നും പറയുന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിക്കുന്നത്. നീ ആണാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന, നീ പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായ ചില കോൺസെപ്റ്റുകൾ നമ്മുടെ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു സാമൂഹ്യ നിർമ്മിതിയാണ്. ആ സാമൂഹ്യ നിർമ്മിതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചില റോളുകൾ നിങ്ങളുടെ ഫാമിലി അടക്കം അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവുക. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ അയാൾക്ക് താടി ഉണ്ടാവണം, അയാൾക്ക് മീശ ഉണ്ടാവണം, അയാൾ കരയാൻ പാടില്ല, അയാൾ എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കെൽപ്പുള്ള മനുഷ്യനായിരിക്കണം എന്നൊക്കെ പറയുന്ന ചില സോഷ്യൽ കൺസ്ട്രക്റ്റ് സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കരയുന്ന ആണാണെങ്കിൽ അയാളെ പറയാൻ വേറെ വാക്ക് സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അയാൾ നടക്കുന്നത് പൗരുഷത്തോടു കൂടി അല്ലെങ്കിൽ അയാളെ കളിയാക്കാൻ ചില പദങ്ങൾ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ ഇത്ര സമയത്ത് മാത്രമേ നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുവദിക്കപ്പെടുന്നുള്ളൂ, നിങ്ങൾ ഇന്ന ജോലികളാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ട്യൂഷനൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ. 1ാം ക്ലാസ്സിൽ പഠിക്കും, ഇപ്പം പുസ്തകമില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മലയാള പുസ്തകം നിങ്ങൾ നോക്കുമ്പോൾ ആ കുട്ടി അക്ഷരം പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ആദ്യത്തെ വാക്ക് ആ അക്ഷരം പഠിപ്പിച്ചതിന് ശേഷം വാക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അമ്മ എന്ന വാക്ക് പഠിപ്പിക്കുന്നു. ആ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അമ്മ എന്തൊക്കെ ചെയ്യണമെന്നാണ്. അമ്മ രാവിലെ എഴുന്നേൽക്കണം, അമ്മ ഭക്ഷണം ഉണ്ടാക്കണം, അമ്മ കുട്ടിയെ കുളിപ്പിക്കണം, അമ്മ കുട്ടിയെ സ്കൂളിലേക്ക് വിടണം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് പറയാണ് അമ്മ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കേണ്ടവളാണ്, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യേണ്ടവളാണ്, ഈ കുട്ടിയെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് വരേണ്ട എല്ലാ ഉത്തരവാദിത്വവും ഈ സ്ത്രീക്കാണ് അല്ലെങ്കിൽ അമ്മയ്ക്കാണ് എന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ജെൻഡർ വിരുദ്ധത എവിടെ പഠിപ്പിക്കണം? ചിന്തിച്ച് നോക്കണം. ഈ ഝാൻസി റാണി എന്ന് പറയുന്നൊരു വാക്ക് പഠിപ്പിച്ചതിന് ശേഷം അതിനകത്തൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. പെണ്ണായിട്ട് പോലും പട്ടാള വേഷം ധരിച്ച് കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്തവളാണ് ഝാൻസി റാണി. എന്തിനാണ് പെണ്ണായിട്ട് പോലും? അതുകൊണ്ട് അർത്ഥമാക്കുന്നത് 2 രീതിയിൽ പറയാൻ വേണമെങ്കിൽ പെണ്ണായതുകൊണ്ട് അവർ അത്രയും ചെയ്തു എന്ന് പറയാം. പക്ഷേ പെണ്ണായി കഴിഞ്ഞാൽ പട്ടാളവേഷം ധരിക്കാൻ പാടില്ല, കുതിരപ്പുറത്ത് കയറാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചില കോൺസെപ്റ്റുകൾ കാലങ്ങളായി നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികളിലൂടെ നമ്മൾ ട്രാൻസാക്ട് ചെയ്ത് പോരുകയാണ്. അവിടെയാണ് ജെൻഡർ ബൈനറി അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരികയും പാഠപുസ്തകങ്ങളിലടക്കം അത്തരത്തിലുള്ള റിഫ്ലക്ഷൻസ് കൊടുക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ജെൻഡർ എന്ന് പറയുന്നതിനെ വളരെ കൃത്യമായി നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം അത് ബൈനറി അല്ല എന്നുള്ളതാണ്. അത് ആൺ പെൺ എന്ന് പറയുന്ന 2 വിഭാഗങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഉള്ള ഒന്നല്ല. അതിനപ്പുറത്തേക്ക് മനുഷ്യരും ജീവിതങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ വളരെ കൃത്യമായി ഉൾക്കൊള്ളാനും ചേർത്ത് നിർത്താനും തയ്യാറാവണം എന്നുള്ളതാണ്. ഞാൻ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മനുഷ്യരെ കണ്ടുമുട്ടേണ്ട സാഹചര്യം ഉണ്ടാവാം. അത്തരം വ്യക്തികൾക്ക് യാതൊരു തരത്തിലും നിങ്ങൾ സഹായിച്ചില്ല എങ്കിലും നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് അത്തരം വ്യക്തികൾക്ക് ഒരു ദോഷം സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അറിവിനെ നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്താനും കൂടി ശ്രമിക്കണം എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡർ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഇത്രയും ഒരു ദൃശ്യതയിലേക്ക് ഈ മനുഷ്യരെ കടന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം 2015 സംസ്ഥാനത്ത് നടപ്പിലാക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ നയമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലൊരു പോളിസി ഉണ്ടാകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള മനുഷ്യർ കേരളത്തിലുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടന്നു. അവിടെയാണ് കേരളത്തിൽ ഇങ്ങനത്തെ മനുഷ്യരൊന്നുമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങളും പൊതുസമൂഹവും അടക്കം എത്തുകയും കേരളത്തിന് പുറത്ത് നമ്മൾ തമിഴ്നാട്ടിലോട്ടോ കേരളത്തിന് പുറത്ത് നിങ്ങൾ ട്രെയിൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ട്രെയിനിലൊക്കെ കൈയടിച്ചിട്ട് കയറി വരുന്ന കുറേയധികം മനുഷ്യരെ കാണാൻ പറ്റുമായിരിക്കാം. ഭിക്ഷ ചോദിച്ചിട്ടായിരിക്കും അവർ വരുന്നത്. 10 രൂപയോ 5 രൂപയോ ഒക്കെ നിങ്ങൾ കൊടുത്ത് പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ കേരളം ഒഴികെയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് നോക്കിയാലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ നമ്മൾ നോക്കിയാലും അവിടെ പ്രബലമായി കണ്ടുവരുന്നൊരു കൾച്ചറുണ്ട്. അതാണ് ഹിജറ കൾച്ചർ എന്ന് പറയുന്നത്. ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയും ഒരു കൾച്ചറൽ ലൈഫുമാണത്. ശരിക്കും ഒരു അർദ്ധനാരീശ്വര സങ്കല്പം. സനീഷ് സാർ പറഞ്ഞ പോലെ ഈ
ഒരാൾക്ക് തന്നെ രണ്ട് തരത്തിലുമുള്ളൊരു ക്വാളിറ്റി കൊടുക്കുന്ന ഒരു അർദ്ധനാരീശ്വര സങ്കല്പം, ഒരു ദൈവികമായ പരിവേഷമൊക്കെ തന്നെ ഇത്തരം മനുഷ്യർക്ക് അത്തരം ഇടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും അവിടെയാണ് ഇത്തരം മനുഷ്യരുള്ളത്. കേരളത്തിൽ അത്തരം മനുഷ്യരില്ല എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളികളാണ് ഇത്തരം ഹിജറ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഭൂരിഭാഗം പേരും എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ പോയി അവരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ അറിയാൻ കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ അത്തരം ദൈവികമായ പരിവേഷമൊന്നും ആർക്കും കൊടുക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് അത്തരം ഇടങ്ങളിൽ ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായി അവിടെ പോയി ജീവിക്കേണ്ടത്. അതിന് പ്രബലമായി തന്നെ നമ്മുടെ പുരാണങ്ങൾ നോക്കിയാലും ഐതിഹ്യങ്ങൾ നോക്കിയാലും അവിടെ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ വെച്ച് പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ രാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് നദിയുടെ കരയിൽ കൂടിയിരുന്ന ഒരു വിഭാഗം ജനങ്ങളോട് പറയുന്നത്, ഇവിടെ നിൽക്കുന്ന പുരുഷന്മാർ കരയുന്ന സ്ത്രീകളെയും കൂട്ടി തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകണം എന്ന് രാമൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ രാമൻ ഈ 14 വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ വലിയൊരു വിഭാഗം ജനത ആ നദിയുടെ കരയിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീടുകളിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിക്കുമ്പോൾ നൽകുന്ന മറുപടി, നിങ്ങൾ ആവശ്യപ്പെട്ടത് ഇവിടെ നിൽക്കുന്ന പുരുഷന്മാർ കരയുന്ന സ്ത്രീകളെയും കൂട്ടി തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകണം എന്നാണ്. ഞങ്ങളാരും സ്ത്രീകളോ പുരുഷന്മാരോ അല്ല എന്ന് പറയുന്ന ഒരു സൂചിത കഥ അതിനകത്ത് പറയുകയും അതിനുശേഷം ഇത്തരം മനുഷ്യർ ഒരാൾക്ക് ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളൊരാൾക്ക് ഒരു അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് നന്മ വരണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അപ്രകാരം ഭവിക്കട്ടെ എന്ന വരം അത്തരം മനുഷ്യർക്ക് കൊടുത്തു എന്നും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. മഹാഭാരത എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്കറിയാം ശിഖണ്ഡിനി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു ട്രാൻസ് പുരുഷൻ്റെ ഒരു വേർഷൻ പറയുന്ന ഒരു കഥയാണ്. അവിടെ തമിഴ്നാട്ടിൽ ഇന്നും ഈ ഒരു ഉത്സവം ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. വില്ലുപുരം എന്ന് പറയുന്ന ജില്ലയിൽ കൂത്താണ്ടർ ക്ഷേത്രമുണ്ട്. അത് ചിത്രാ പൗർണമിയിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവ ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ അർജുനൻ എന്ന് പറയുന്ന ആൾക്ക് യുയൂബി എന്ന് പറയുന്ന ഒരു നാഗകന്യകയിലൊരു മകനുണ്ടാവുന്നു. അയാളുടെ പേരാണ് ഇരവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇരവാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിക്കും എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മരിക്കുന്നതിന് മുൻപ് അയാൾക്ക് സ്ത്രീ സുഖം അനുഭവിക്കണം എന്നൊരു ആവശ്യമാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഈ യുദ്ധത്തിൽ മരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു സ്ത്രീയും അയാളെ വിവാഹം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരാത്തത് കൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ മോഹിനി വേഷത്തിലേക്ക് എത്തുകയും അയാളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ആ വിവാഹത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം യുദ്ധത്തിൽ മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐതിഹ്യവും ആചാരവും ഒക്കെ തന്നെ പിന്തുടരുന്ന, അത് എല്ലാ വർഷവും ഈ ചിത്രാ പൗർണമി ദിനത്തിൽ ട്രാൻസ് സ്ത്രീകൾ ഈ ക്ഷേത്രത്തിലെത്തി താലി കെട്ടുകയും തൊട്ടടുത്ത ദിവസം ആ താലി ഉപേക്ഷിക്കുകയും വൈധവ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് ഇന്നും ഈ പുരാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആചരിച്ചു പോരുന്ന ക്ഷേത്രങ്ങൾ, അത് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മനുഷ്യർക്ക് ഒരു ദൈവികമായ പരിവേഷമൊക്കെ അത്തരം ഇടങ്ങളിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരം ദൈവികമായ പരിവേഷം ഒന്നും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ കെട്ടിടത്തിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ ഇതിൻ്റെ സൈഡിലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ബിൽഡിങ്ങിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ ഇടതുവശത്ത് ചുമരിലൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ആ അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കിട്ടണം എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടന എഴുതപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്കോ ഇന്ത്യയിലെ പുരുഷന്മാർക്കോ വേണ്ടിയല്ല, ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും വേണ്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇത്തരം മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളും യൂണിയൻ സർക്കാരും വേണ്ട ഇടപെടൽ നടത്തണം എന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഒരു നയമുണ്ടാവുകയും ആ നയത്തിന് മുന്നോടിയായി കേരളത്തിൽ ഇത്തരം മനുഷ്യരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തത്. ആ 2015 കേരളത്തിൽ ഏകദേശം 3619 പേരെ കേരളത്തിൽ കണ്ടെത്തി, ഐഡൻറ്റിഫൈ ചെയ്തു. ആ 3619 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നുകൊണ്ട് ഒരു സ്നോബോൾ സാമ്പിളിംഗ് ടെക്നിക്കിലൂടെ കേരളത്തിൽ ഏകദേശം 25,000 ട്രാൻസ്ജെൻഡർ വ്യക്തികളുണ്ട് എന്ന കണക്കിലാണ് സർക്കാർ എത്തിയത്. അതിനെ വെച്ചുകൊണ്ട് നടത്തിയ ചില പഠനങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതിനകത്ത് ഒന്ന്, വിദ്യാഭ്യാസപരമായ ഇത്തരം മനുഷ്യരുടെ അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ 60% വരുന്ന മനുഷ്യരും അടിസ്ഥാന വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയവരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ബുദ്ധിയില്ലാത്തത് കൊണ്ടോ ഞങ്ങൾക്ക് കാര്യനിർവഹണ ശേഷി ഇല്ലാത്തത് കൊണ്ടോ അല്ല, ഏറ്റവും മോശമായ രീതിയിലുള്ള സമീപനം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അധ്യാപകരുടെയും സഹപാഠികളുടെയും ഭാഗത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്താണ് എനിക്ക്
എന്തൊക്കെയോ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് എനിക്ക് സ്വയം മനസ്സിലാകുന്നത്. കാരണം എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന ആൺ സുഹൃത്തുക്കൾക്ക് ആർക്കും സംഭവിക്കാത്ത, അവർ പ്രകടിപ്പിക്കാത്ത ചില കാര്യങ്ങൾ എനിക്ക് പ്രകടിപ്പിക്കേണ്ടി വരുന്നു, എന്നിലുണ്ടാകുന്നു എന്നുള്ളത് വലിയ ആശങ്കയോടെയാണ് ഞാൻ നോക്കിക്കണ്ടത്. ആ പ്രായം തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു പൊക്കം കുറഞ്ഞ കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും മുന്നിലായിരുന്നു ഇരുന്നിരുന്നത്. ഇപ്പോൾ ഈ പുറകിരിക്കുന്ന ചെറുക്കന്മാർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മുടെ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് കല്ല് ചുരുട്ടും. കല്ല് ചുരുട്ടി ഈ റബ്ബർ ബാൻഡ് വെച്ച് അടിച്ചവന്മാരൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ അവിടെ ഇരുന്ന്. ഇങ്ങനെ അടിക്കാറുണ്ട്. ഈ അടിക്കുന്ന സാധനം വളരെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ഇടുപ്പിൻ്റെ ഒക്കെ ഭാഗത്താണ് വന്ന് അടിക്കുക. ഒന്നിൽ കൂടുതൽ തവണ ഇത് റിപ്പീറ്റ് ചെയ്ത സമയത്ത് അന്ന് ക്ലാസ്സിൽ നിന്ന് ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അധ്യാപിക പറഞ്ഞത്, ആൺകുട്ടിയെ പോലെയാണ് വന്നതെങ്കിൽ ആൺകുട്ടിയെ പോലെ പെരുമാറാനും ഇടപെടാനും പഠിക്കണം എന്നാണ്, ഇല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂമിലിരിക്കുന്ന മറ്റു കുട്ടികൾക്ക് ഇങ്ങനെയുള്ള മനുഷ്യരെ ഉപദ്രവിക്കാൻ ലൈസൻസ് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നൊരു നിലപാടിലേക്ക് എത്താൻ അധ്യാപകർക്ക് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇത്തരം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരത്തെയും അവകാശത്തെയും നിഷേധിക്കുന്ന സമീപനം ഉണ്ടാകുന്നുള്ളതാണ്. ശരിക്കും 11 മണിക്കുള്ള ഇൻ്റർവെൽ സമയത്ത് മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ പോകാൻ പറ്റാറില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇരിക്കുന്നത് ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ എന്നൊരു പക്ഷെ അന്വേഷിക്കാൻ ശ്രമിക്കാറുണ്ട്. വസ്ത്രം അഴിച്ച് പരിശോധിക്കാൻ ശ്രമിക്കാറുണ്ട്. മെൻ്റലി, ഫിസിക്കലി, സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന സാഹചര്യമാണ് പലപ്പോഴും എനിക്ക് വ്യക്തിപരമായി നേരിടേണ്ടി വന്നിട്ടുള്ളത്. സമാന രീതിയിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള നിരവധി ട്രാൻസ് മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അപ്പം അവിടെ ഈ വിദ്യാഭ്യാസ നിഷേധത്തോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ, അയാളുടെ കലാപരമായ കഴിവായിക്കോട്ടെ, അയാളുടെ കായികപരമായ മികവായിക്കോട്ടെ, ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഈ പറയുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിഷേധിക്കപ്പെടുകയാണ്. അതുവഴിയാണ് ഈ പറയുന്ന 60% വരുന്ന മനുഷ്യരും 9ാം ക്ലാസ്സിലോ അതിനു മുൻപോ 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു ഡ്രോപ്പ് ഔട്ട് റേറ്റാണ് ഈ വിഭാഗം ആൾക്കാരിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് അധ്യാപകർക്ക് വളരെ കൃത്യമായ റോളുണ്ട്, സഹപാഠികളായിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായ റോളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇത്തരം വ്യക്തികൾക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട വിദ്യാഭ്യാസ അവകാശത്തെ പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഇത്തരം ആൾക്കാരുടെ കുടുംബ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പലപ്പോഴും ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ അപമാനമാണ്. അപമാനം ഇൻ ദ സെൻസ് ആണും പെണ്ണും കെട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും മോശമായ രീതിയിലാണ് ഞാൻ നടക്കുന്നത്, സംസാരിക്കുന്നത്, ഓടുന്നത്, എഴുതുന്നത് പോലും പെൺകുട്ടികളെ പോലെയാണ് എന്ന് പറഞ്ഞ് കളിയാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ കളിയാക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്നാണ് ഞാൻ സ്വയം ചിന്തിക്കുന്നത്. ഈ ആൾക്കാർ കളിയാക്കുന്നതിനേക്കാൾ കൂടുതൽ ആശങ്കയോടുകൂടിയാണ് ഞാൻ എന്നെ സ്വയം നോക്കി കണ്ടിട്ടുള്ളത്. എനിക്ക് എന്ത് മാറ്റമാണ് എന്നിൽ സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി. എനിക്ക് സ്വാഭാവികമായി അങ്ങനെ മാത്രമേ നടക്കാൻ പറ്റുന്നുള്ളൂ, എനിക്ക് അങ്ങനെ മാത്രമേ ചിരിക്കാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അത് ഏറ്റവും മോശമായ കളിയാക്കാനുള്ള സാധനമായിട്ട് മാത്രം പരിഗണിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ആൺകുട്ടിയെ പോലെ പെരുമാറുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പലപ്പോഴും ഒരു പരിഗണന കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ പരിഗണന? അവൾ വളരെ ബോൾഡാണ്, അവൾ എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കെൽപ്പുള്ള ആളാണ്. അപ്പോൾ ഒരു മസ്കുലിൻ ഫീച്ചറുള്ള ഒരു സ്ത്രീയെ പലപ്പോഴും നമ്മൾ പ്രൈസ് ചെയ്യാറുണ്ട്. മറിച്ച് ഫെമിനിനായി ബിഹേവ് ചെയ്യുന്ന പുരുഷനെ നമ്മൾ മോശമായി ഡിഗ്രേഡ് ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ സ്ത്രീത്വത്തെ ഇന്നും ഒരു 2ാം തരം പൗരത്വത്തിലേക്ക് മാത്രം പരിഗണിച്ചാൽ മതി എന്ന് പറയുന്നൊരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ടാണ് പെൺകുട്ടിയെ പോലെ പെരുമാറുന്ന ആണിനെ നമ്മൾ ഏറ്റവും മോശമായി സമീപിക്കുകയും ആൺകുട്ടിയെ പോലെ പെരുമാറുന്ന പെൺകുട്ടിയെ നമ്മൾ പ്രൈസ് ചെയ്യുകയും ചെയ്യുന്നത്. അത് പുരുഷത്വമാണല്ലോ. അപ്പോൾ പുരുഷത്വം എന്ന് പറഞ്ഞാൽ ആഘോഷിക്കേണ്ടതാണ് എന്നൊരു ചിന്താഗതി ആ രീതിയിൽ ഉടലെടുത്ത് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം മനുഷ്യരൊക്കെ ഡിഗ്രേഡ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നതെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു വ്യക്തി അയാളുടെ പുരുഷത്വമോ സ്ത്രീത്വമോ ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് അയാളുടെ അറിവോടെയോ അയാളുടെ സമ്മതത്തോടെയോ ഒന്നുമല്ല. അയാൾക്ക് സ്വാഭാവികമായി അങ്ങനെ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛൻ ശരിക്കും ഡെയിലി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന ബെൽറ്റ് ഊരിട്ടാണ് അടിക്കുന്നത്, ഇട്ടിരിക്കുന്ന ബെൽറ്റ് ഊരിട്ട്. എന്തിനാണെന്ന് വെച്ചാൽ ആണും പെണ്ണും കെട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അത് അച്ഛൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ പറയുന്നു. നിൻ്റെ മകൻ ആണാണോ പെണ്ണാണോ എന്ന് അച്ഛനോട് ചോദിക്കുന്നു. ഇനി എൻ്റെ ബ്രദറിനോട് ചോദിക്കുന്നു, നിൻ്റെ ചേട്ടൻ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത് ഇവർക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ പലപ്പോഴും ഇവർ തീർക്കുന്നത് എന്നെ പോലെയുള്ള വ്യക്തികളോട് നേരെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും വീട് വെക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഇഷ്ടിക എടുത്ത് എൻ്റെ അച്ഛൻ്റെ നടുവിന് എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ചത്തുപോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം അപമാനമാണ്
പലപ്പോഴും. ഇനി എനിക്കൊരു സിസ്റ്ററുണ്ട്. അപ്പോൾ ആ സിസ്റ്ററിന് ഒരു വിവാഹാലോചന വരുന്നത് പോലും എൻ്റെ ഐഡൻറ്റിറ്റി പ്രശ്നമായിട്ടുണ്ടെന്ന്, എനിക്ക് അവർക്കൊരു കുട്ടി ഉണ്ടായിപ്പോയാൽ എന്നെപ്പോലെ ആയി പോകുമോ എന്നൊക്കെയുള്ള ആശങ്ക പലപ്പോഴായിട്ട് അവർ പ്രകടിപ്പിക്കുകയും ശരിക്കും എൻ്റെ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും ഇതാണെന്നും എൻ്റെ മേൽവിലാസം ഇതാണെന്നും തെളിയിക്കാൻ ഒരു ഡോക്യുമെൻ്റ് പോലും ഇല്ലാതെയാണ് പലപ്പോഴും ഇത്തരം വ്യക്തികളെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്താക്കുന്നുള്ളതാണ്. ഇവിടെയാണ് ഇത്തരം മനുഷ്യർ അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നതും ഭിക്ഷാടനം നടത്തുന്നതും ജീവിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ മിനിമം പോസ്റ്റ് ഗ്രാജുവേഷനെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരാണ് കൂടുതൽ, മെജോറിറ്റിയും. അവിടെയാണ് 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത, കുടുംബത്തിൻ്റെ പിന്തുണയില്ലാത്ത, പൊതുസമൂഹത്തിൻ്റെ അടക്കം പിന്തുണ ലഭിക്കാത്ത രീതിയിൽ കുറേയധികം മനുഷ്യർ ജീവിക്കാൻ വേണ്ടി ഇവിടെ നെട്ടോട്ടോടുന്നെന്നുള്ളതാണ്. അപ്പോഴും ഇവരൊക്കെ മോശമാണെന്ന് മാത്രം ചിത്രീകരിക്കാൻ നമ്മൾ കാണിക്കുന്നൊരു മനസ്സുണ്ടല്ലോ, അവർ എങ്ങനെ അത്തരം മോശം സാഹചര്യത്തിലേക്ക് എത്തി എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ നമ്മളാരും തയ്യാറാവുന്നില്ല. ഇവരെല്ലാവരും ലൈംഗിക തൊഴിൽ ചെയ്യുന്ന മനുഷ്യരായിട്ട് പലപ്പോഴും മുദ്ര കുത്താറുണ്ട്. ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എത്ര പേർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായ ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. സാഹചര്യത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും പൂർണ്ണമായും ഇത്തരം മനുഷ്യരെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കൊരു തൊഴിൽ സാധ്യത ഉറപ്പാക്കി കൊടുക്കാൻ ആരും തയ്യാറായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോഴും ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന പുരുഷ കേസരികളൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇവരൊക്കെ മറ്റേ കേസുകളാണെന്നുള്ളതാണ്. എന്താ വെച്ചാൽ ഇവരൊക്കെ മോശമായ തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണെന്നുള്ളതാണ്. ഇപ്പം ഇന്ന് ഞാൻ രാത്രി തെരുവിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 2000 രൂപയെങ്കിലും തന്നുകൊണ്ട് എന്നെ സമീപിക്കാൻ ഈ കേരളത്തിൽ പുരുഷന്മാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ പുരുഷൻ ഇന്ന് എനിക്ക് 2000 രൂപ കൊണ്ടുതരുന്നു, ഞാൻ നാളെ എന്തു ചെയ്യും? പോയി നിൽക്കും. കാരണം എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പൈസ തരുന്ന ആരാണ്? ഈ പുരുഷന്മാരാണ്. ഈ പുരുഷന്മാർ ഏതൊക്കെ റോളുകൾ വഹിക്കുന്നവരാണ്? പല വീടുകളിലും അച്ഛൻ്റെ റോള് വഹിക്കുന്നവരാണ്, ഭർത്താവിൻ്റെ റോള് വഹിക്കുന്നവരാണ്, മകൻ്റെ റോള് വഹിക്കുന്നവരാണ്. പല രീതിയിലുള്ള റോളുകൾ വഹിക്കുന്ന പുരുഷന്മാർ രാത്രിയിൽ തെരുവിൽ എന്തിനിത്തരം മനുഷ്യരെ സമീപിക്കണം? അവിടെ ഈ മനുഷ്യർ ചെയ്യുന്നത് കുറ്റമാണെങ്കിൽ ആ കുറ്റത്തിൽ ഇവരെക്കാൾ കൂടുതൽ പങ്ക് വഹിക്കുന്ന പുരുഷന്മാരെ നമ്മൾ എന്തുകൊണ്ട് പ്രതിപട്ടികയിൽ നിർത്തി സംസാരിക്കുന്നില്ല? അവർ കുറ്റക്കാരൻ എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പം അവരുടെ സെക്ഷുവാലിറ്റി ആര് അഡ്രസ്സ് ചെയ്യും? ഈ വരുന്ന പുരുഷന്മാരുടെ ലൈംഗിക ചായ്വ് ആരാണ് അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത്? അപ്പോൾ ഞങ്ങളൊക്കെ ഹെട്രോ നോർമേറ്റീവ് ആയിട്ടുള്ള ഭയങ്കരമായ പുരുഷന്മാരാണ്, ഇവരൊക്കെ മറ്റേ കേസുകളാണെന്ന് പറയുകയും രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം മനുഷ്യരെ സമീപിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരാണ് കേരളത്തിലുള്ളത്. അത് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന മാന്യമായ പല രീതിയിലുള്ള പദവികൾ അലങ്കരിക്കുന്ന മനുഷ്യരും ഇത്തരം മനുഷ്യരെ തേടി വരാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ഒക്കെ അവരുടെ കണ്ണിൽ ഇത് ചില ഒബ്ജക്റ്റുകളായിട്ട് മാത്രമാണ് അത്തരം മനുഷ്യരെ കാണുന്നതെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നിലനിൽപ്പിനും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും വേണ്ടിയാണ് ഇത്തരം മനുഷ്യർ ഈ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഒരല്പം പോലും ചിന്തിക്കാനോ അതിനുവേണ്ടി എന്തെങ്കിലും ഇടപെടൽ നടത്താനോ ഇവർക്ക് ആർക്കോ സാധിക്കുന്നില്ല. മറിച്ച് ഇവരൊക്കെ മോശമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരല്ല. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യത നേടിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുമെന്ന് കാണിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ, നമ്മുടെ അവകാശങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ, അത് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് ചോദിക്കാൻ, അതിന് ആർജവം ഉണ്ടാവണമെങ്കിൽ നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസം മാത്രമാണ് എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായൊരു കാര്യം. എൻ്റെ കലാലയ ജീവിതം ശരിക്കും ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രമുഖമായൊരു കോളേജിൽ UG PG കോഴ്സുകളൊക്കെ പൂർത്തിയാക്കിയ ഒരാളാണ്. മലയാളമാണ് എൻ്റെ വിഷയം. ശരിക്കും എൻ്റെ വസ്ത്രം അഴിച്ച് പരിശോധിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാമ്പസിനകത്ത് എൻ്റെ വസ്ത്രം അഴിച്ച് പരിശോധിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ വെർബലി അബ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നോടൊപ്പം പഠിച്ച പെൺ സുഹൃത്തുക്കളാണ്. എന്നോട് പഠിച്ച ആൺ സുഹൃത്തുക്കൾ സംസാരിക്കുന്നതിനേക്കാൾ തീവ്രവും രൂക്ഷവുമായ ഭാഷയിൽ എന്നോടൊപ്പം പഠിച്ച പെൺ സുഹൃത്തുക്കൾ എന്നോട് ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അധ്യാപകരടക്കം ശരിക്കും മലയാളം ക്ലാസ് മുറി പുരാണങ്ങളടക്കം വളരെ ആധികാരികമായി സംസാരിക്കുന്ന ക്ലാസ് മുറികളാണ്. അപ്പോൾ അവിടെ പലപ്പോഴും ഉദാഹരണങ്ങളായിട്ട് ഇത്തരം മനുഷ്യരെ ചൂണ്ടിക്കാണിക്കുന്ന അധ്യാപകർ പോലും ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് അത്തരം മനുഷ്യർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. 25 പേരടങ്ങുന്ന ഒരു MA ക്ലാസ് മുറിയിൽ 24 പേരും വിക്ടിമൈസ് ചെയ്തെടുത്തും ഇങ്ങനെയാണ്, ഇവൻ അങ്ങനെയാണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ എങ്ങനെയാണ് അത്തരം മനുഷ്യർക്ക് നല്ല മാനസികാവസ്ഥയോടുകൂടി ആ വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ അവിടെയാണ്
ജീവിക്കാൻ വേണ്ടി നിരന്തരമായിട്ടുള്ള സ്ട്രഗിളുകളിലൂടെ ഇങ്ങനെയുള്ള കുറേയധികം മനുഷ്യർ കടന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മളാരും സിമ്പതി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എമ്പതറ്റിക്കായിട്ട് നമുക്ക് ചിന്തിക്കാനും ഇന്ത്യൻ്റെ ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കിട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ചു. ബഷീറിൻ്റെ ഒരു ചെറുകഥയുണ്ട്, ഭൂമിയുടെ അവകാശികൾ. ശരിക്കും ഈ ലോകത്ത് സർവ്വചരാചരങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്നോ, അത് പ്രാണികളോ പുഴുക്കളോ എന്തോ ആയിക്കോട്ടെ, അവർക്കൊക്കെ ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അവരുടെ ജീവിതത്തെ, അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ആ തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടെന്നുള്ളതാണ്. ഇവിടെ ദൈനംദിന കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടു പോകാൻ, ശാരീരികപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടു പോകാൻ, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടു പോകുന്നതിന് പോലും നിരന്തരമായ വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യരാണ് പലപ്പോഴും ട്രാൻസ്ജെൻഡർ വ്യക്തികളെന്ന് പറയുന്നത്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളോ പദ്ധതികളോ ഒക്കെ വന്നിട്ടുള്ളത്. അത് ഒരു പരിധിവരെ ഇത്തരം മനുഷ്യർക്ക് ഗുണകരമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്നാൽ പോലും ഇന്നും വലിയ രീതിയിലുള്ള സങ്കീർണതകളിലൂടെ ഇത്തരം മനുഷ്യർ കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ സെക്സിലും ജെൻഡറിലും യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കംഫർട്ടബിളാണ്, നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിങ്ങൾ കംഫർട്ടബിളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ട്രാൻസ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ശാരീരിക അവസ്ഥയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു ജെൻഡറല്ല നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ എൻ്റെ ശരീരത്തെ എനിക്ക് ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നായിരിക്കും ഞാൻ നോക്കുക. അപ്പോഴും ഇതൊക്കെ മാനസിക രോഗമാണെന്നും കൗൺസിലിംഗ് കൊടുത്താൽ മാറ്റിയെടുക്കാൻ പറ്റുമെന്നും, അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി കുറേ മുട്ടയൊക്കെ ഒഴിഞ്ഞ് ആവാഹിച്ച് വെച്ച് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ചില മതങ്ങൾ കൂടുതലായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. നോക്കൂ, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിൻ്റെ 11th വേർഷൻ അനുസരിച്ചിട്ട് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയായി പരിഗണിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വസ്തുതയെ ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെന്നും, ഇതൊരിക്കലും ഒരു മെൻ്റൽ ഡിസോർഡർ അല്ല എന്നും, ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എന്നും പറയേണ്ടുന്ന ഏജൻസികളാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിയും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനും പറഞ്ഞിരിക്കുന്നത് ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് കണ്ടീഷൻ മാത്രമാണ്. അതൊരിക്കലും ഒരു മെൻ്റൽ ഡിസോർഡർ അല്ല, അത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അടക്കം സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഇതൊരിക്കലും ഒരു മെൻ്റൽ ഡിസോർഡർ അല്ല. ഇത് നമ്മൾ കൊണ്ടുപോയി ചികിത്സിക്കാനും പറ്റൂല. ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന അസുഖമാണെങ്കിൽ നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം പഠിച്ചിട്ടുണ്ട്. എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അല്ലേ? എന്നുവെച്ചാൽ ഏത് പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിയെ ചികിത്സിച്ച് നിങ്ങൾ ശരിക്കും ഒരു പുരുഷനാക്കി മാറ്റും എന്ന് വെച്ചാൽ, ശരിക്കും ഒരു പുരുഷനെ ചികിത്സിക്കാനും എന്നെപ്പോലെ ആക്കി മാറ്റാനും കൂടെ പറ്റണം എന്നുള്ളതാണ്, അല്ലേ? അതാണല്ലോ, ഏത് പ്രവർത്തനത്തിനും സമവും വിപരീതമായിരിക്കണം. എന്നെ അങ്ങനെ ആക്കാൻ പറ്റുമെങ്കിൽ ഒരു പുരുഷനെ എന്നെപ്പോലെ കൂടെ ആക്കി മാറ്റാൻ പറ്റണം എന്നുള്ളതാണ്. അത് സക്സസ് ആവാത്തിടത്തോളം കാലം ഇത് ചികിത്സിക്കാൻ പറ്റുമെന്ന അബദ്ധധാരണ നടത്തുന്ന, കൺവേർഷൻ തെറാപ്പി നടത്തി കൊടുക്കും എന്ന് പറയുന്ന ഡോക്ടർമാർക്കടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇതിനോടകം ഒരു റെഗുലേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. LGBTIQ വ്യക്തികൾക്ക് നേരെ, അല്ലെങ്കിൽ ക്യൂർ വ്യക്തികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള കൺവേർഷൻ തെറാപ്പികൾ നടത്തുന്ന ഡോക്ടർമാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും ചികിത്സിക്കാൻ സാധിക്കുന്ന അസുഖമല്ല, അതൊരു ഡൈവേഴ്സ് കണ്ടീഷൻ മാത്രമാണ്. അതിനെ ആ ഡൈവേഴ്സിറ്റിയോടുകൂടി തന്നെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പോൾ ജന്മനാൽ കാഴ്ചയ്ക്കോ കേൾവിക്കോ മറ്റെന്തെങ്കിലും ശാരീരികപരമായ പരിമിതിയോ വെല്ലുവിളിയോടുകൂടി തന്നെ എങ്ങനെയാണോ കുട്ടികൾ ജനിക്കുന്നത്, അപ്രകാരം തന്നെ ജനിക്കുന്ന കുട്ടികളാണ്. വളരെ സ്വാഭാവികമായി തന്നെ ജനിക്കുന്ന കുട്ടികളാണ്. ജന്മനാൽ ഇടത് കൈ കൊണ്ട് മാത്രം എഴുതാൻ കഴിവുള്ളൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കൂ. നമ്മൾ ആ കുട്ടിയെ എത്ര ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അടിക്കാൻ ശ്രമിച്ചാലും ഇടത് കൈ കൊണ്ട് എഴുതുക എന്ന് പറയുന്നൊരു ഡൈവേഴ്സിറ്റി ആ കുട്ടിയെ നമുക്ക് പിന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു ഇൻബോൺ ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ അത്തരം വൈവിധ്യങ്ങളെ ആ വൈവിധ്യങ്ങളായി തന്നെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സെക്സിലും ജെൻഡറിലുള്ളൊരു കോൺഫ്ലിക്റ്റിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള സർജിക്കൽ പ്രൊസീജിയറുകളിലൂടെ ഇത്തരം മനുഷ്യർ കടന്നു പോകുന്നത്. നിങ്ങൾ സർജറി ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർ പറയും നിങ്ങൾ ഒരുപാട് നാൾ ജീവിക്കില്ല, നിങ്ങളുടെ ആയുർദൈർഘ്യം ഒരുപാട് കുറയും, നിങ്ങളുടെ എല്ലുകൾക്ക് കാര്യമായ ബലക്കുറവ് സംഭവിക്കും, നിങ്ങൾ ഇനി എത്ര നാൾ ജീവിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഗുളികകൾ കഴിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴും അത്തരം സർജറിക്ക് കൺസെൻറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്നത്
ആ വ്യക്തികൾ അനുഭവിക്കുന്ന തീവ്രമായ മാനസിക ബുദ്ധിമുട്ടിൽ നിന്ന് മാറി അവർ ആഗ്രഹിക്കുന്ന ഒരു ശാരീരിക അവസ്ഥയിലേക്ക് എത്താനും ആഗ്രഹിക്കുന്ന സ്വത്വത്തിൽ ജീവിക്കാനും വേണ്ടി കൂടെയാണെന്നുള്ളതാണ്. നമുക്ക് സ്ത്രീകൾ പറയാറില്ലേ പലപ്പോഴും പ്രസവ വേദന വലിയ വേദനയാണെന്ന് പറയാറുണ്ട്. ഏകദേശം ഒരു 40 ദിവസത്തോളം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സർജിക്കൽ പ്രൊസീജിയറിലൂടെയാണ് ഇത്തരം മനുഷ്യർ കടന്നു. അതും വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന സർജറികളാണ്, വലിയ തുക കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടെത്താൻ, ഈ തുക കണ്ടെത്താൻ, ഇത്തരം വേദനകളൊക്കെ സഹിക്കാൻ ഈ മനുഷ്യർ തയ്യാറാകുന്നു എന്ന് പറയുന്നത് അവർ അവരുടെ ഐഡൻറ്റിറ്റിയിൽ, അവരുടെ സ്വത്വബോധത്തിൽ ഉറച്ചു നിൽക്കുകയും ആ രീതിയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതിനെ നിസ്സാരവൽക്കരിക്കരുതെന്നുള്ളതാണ്. ചാന്തുപൊട്ട് പോലുള്ളൊരു സിനിമ നൽകിയ വേദനകളെന്ന് പറയുന്നത് ഇത്തരം മനുഷ്യർക്ക് ഒരിക്കലും ജീവിക്കുന്ന കാലം ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. നോക്കൂ, 9 ചാന്തുപൊട്ടെന്നും ആൾക്കാർ ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടാവും. ജെൻഡർ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാവും. കണ്ണാടിയിൽ നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കണ്ണാടിയിൽ നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തിനാ കണ്ണാടി നോക്കുന്നത്? നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് റെഡി ആകുമ്പോൾ എന്തിനാ കണ്ണാടി നോക്കണം? സൗന്ദര്യം നോക്കുന്നതാണ്. നമ്മൾ വലിയൊരു സമൂഹത്തിലേക്ക് ഇറങ്ങുവാണ് അല്ലേ? നമ്മുടെ വീട് ചെറിയൊരു സമൂഹമാണ്, നമ്മൾ വലിയൊരു സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ വലിയൊരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ വസ്ത്രധാരണം, നമ്മൾ അണിഞ്ഞിരിക്കുന്ന എല്ലാ ആക്സസറീസും ഒക്കെ കംഫർട്ടബിൾ ആണോ? വേറൊരു മനുഷ്യനെ കളിയാക്കാനുള്ള സാഹചര്യം എൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാനും അതില്ല എന്ന് ഉറപ്പിക്കാനും വേണ്ടി കൂടെയാണ് നിങ്ങൾ കണ്ണാടി നോക്കുന്നത്. കംഫർട്ടബിൾ ആണോ നോക്കാൻ വേണ്ടി കൂടെയാണ് അല്ലേ? അപ്പോൾ ആ കംഫർട്ടബിൾ സോണിലായിരിക്കും ഒരു വ്യക്തി അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. എന്നെപ്പോലൊരു വ്യക്തി ഇന്ന് രാവിലെ കുളിച്ച് കണ്ണാടിന് ഇന്ന് എന്നെ 100 പേർ 9 എന്ന് വിളിച്ചോട്ടെ, ഇന്ന് എന്നെ 100 പേർ ചാന്തപൊട്ടെന്ന് വിളിച്ചു, ആരെങ്കിലും ഇറങ്ങുമോ? എല്ലാ മനുഷ്യരും സമൂഹത്തിൽ ആത്മാഭിമാനത്തോടു കൂടി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ആ എന്നെ ഒരാൾ ബഹുമാനിക്കണം എന്നായിരിക്കുമല്ലോ ഏത് മനുഷ്യനും ചിന്തിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങളടക്കം, നിങ്ങൾ ആരെങ്കിലും കളിയാക്കണം നിങ്ങൾ ചിന്തിക്കുമോ? എന്നെ ഒരാൾ റെസ്പെക്റ്റ് ചെയ്യണമെന്നായിരിക്കും എല്ലാ മനുഷ്യരും ചിന്തിക്കുക. അപ്പോൾ ആ റെസ്പെക്റ്റോടുകൂടി തന്നെ സമൂഹത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമാണ് തേടുന്നത്. അപ്പോൾ അവിടെ ചേർത്ത് നിർത്താൻ നമ്മളൊരു പക്ഷെ തയ്യാറാവേണ്ടതുണ്ട്. ആ ചേർത്ത് നിർത്തലിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ശരിക്കും ഞാൻ പഠിച്ചൊരു വിഷയം ഒരു അധ്യാപകനോ അധ്യാപികയോ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടങ്ങനെ അധ്യാപകരാരും മോശക്കാരാണ് എന്നുള്ളതല്ല, എന്നാൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇന്നും ഈ വിഷയത്തെ ഏറ്റവും നെഗറ്റീവായിട്ട് ഡീൽ ചെയ്യുന്നവരാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ PG വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപികയാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് BEd പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ BEd പഠിച്ചു. BEd കഴിഞ്ഞതിന് ശേഷം കുറേ പേര് പറഞ്ഞു എൻ്റെ മാസ്റ്റേഴ്സ് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് MEd പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ പഠിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലാണ്. ജെൻഡർ സ്റ്റീരിയോടൈപ്പിനെ ഇത്രയും പിന്തുണയ്ക്കുന്ന, ആൺ പെണ്ണെന്ന് പറയുന്ന വ്യവസ്ഥാപിതമായ ചിന്താഗതികൾ വയ്ക്കുകയും അതിനപ്പുറത്തുള്ള മനുഷ്യരെയൊക്കെ തന്നെ മുഖത്ത് നോക്കി ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്ന അധ്യാപകരാണ് ക്യാമ്പസിനകത്തുള്ളത്. മുഖത്ത് നോക്കി അവരെ അധിക്ഷേപിക്കും. അത്തരം അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അധ്യാപകരാകാൻ പിള്ളേരെ പഠിപ്പിക്കുന്നവരാണ്. നിങ്ങൾ നാളെ അധ്യാപകരാണ്, അവർ പഠിപ്പിക്കുന്ന ആൾക്കാർ നാളെ അധ്യാപകരാണ്. ആ അധ്യാപകർ പഠിപ്പിക്കുന്ന കുട്ടികൾ എങ്ങനെ ഇരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇന്ത്യയുടെ ഒരു വിദ്യാഭ്യാസ കമ്മീഷനുണ്ട്, കോത്താരി കമ്മീഷൻ. അതിൻ്റെ ഒരു ഓപ്പണിംഗ് വേർഡ് പറയുന്നത് ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ഷെയ്പ്ഡ് ഇൻ ദ ക്ലാസ് റൂം എന്നാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാകണം തീരുമാനിക്കുന്ന ആരാണ്? അധ്യാപകരാണ്. അപ്പോൾ ആ അധ്യാപക ദിശാബോധമുള്ളവരാണെങ്കിൽ മാത്രമേ അത് കുട്ടികൾക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിശാബോധവും ഇല്ലാതെ ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ തന്നെ തോന്നിവാസികളാണെന്നും അവരൊന്നും നന്നാവില്ല എന്നും അവരൊക്കെ ഇങ്ങനെയുള്ളവരാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം അധ്യാപകർ കേരളത്തിലെ അധ്യാപക വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ വേണ്ടി പണിപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിലെ 4 ഗവൺമെൻറ് ട്രെയിനിങ് കോളേജുകളുടെ അവസ്ഥ ഇതാണ്. അത് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. അവിടെയൊക്കെ പഠിച്ച് ഇറങ്ങിയിട്ടുള്ള ക്യൂർ വ്യക്തികളുടെ അനുഭവങ്ങൾ കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന കേരളം, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ? നമ്മൾ ഒരുപാട് നവോത്ഥാന പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരുടെ, അത്
എന്താണ് ജാതി മത വർഗ ലിംഗഭേദമന്യേ എല്ലാ മനുഷ്യരുടെയും നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളൊരു സമൂഹവും ജനതയും ഒക്കെയാണ് നമ്മുടെ പിന്മുറക്കാരടക്കം. അപ്പം അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു നന്മയോ സ്വാതന്ത്ര്യമോ ഒക്കെ തന്നെ അതിൻ്റെ പകിട്ട് ഒട്ടും ചോർന്നു പോകാതെ അടുത്തൊരു തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഇടനേരങ്ങളിൽ നമ്മൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം നിരന്തരമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കേവലം ഇത് ഒരു സഭ്യതയ്ക്കപ്പുറത്തേക്ക് ഇത് നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ചിന്തിച്ചാൽ പോലും പ്രശ്നമാണ് എന്നുള്ളതാണ്. ഇത് വളരെ സ്വാഭാവികമായ വിഷയമാണ്. ഇത്തരം വിഷയങ്ങൾ സംസാരിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ഇടവേളകളിൽ, നമ്മുടെ വീടുകളിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ ചർച്ചയ്ക്കെടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നാളെ നമ്മുടെ ക്ലാസ് മുറിയിൽ ഇത്തരം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ചേർത്ത് നിർത്താൻ നമ്മൾ എങ്ങനെ പാകപ്പെടണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ വീട്ടുകാരാണ്, നമ്മുടെ മാതാപിതാക്കളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്ന് വെച്ചാൽ സ്ത്രൈണതയുള്ള ഒരു ആൺകുട്ടിയും പുരുഷത്വമുള്ള ഒരു പെൺകുട്ടിയും ഒക്കെ തന്നെ സ്വാഭാവികതയുള്ളവരാണ്. അവരങ്ങനെയാണ്, അവർ ജനിച്ചത് അങ്ങനെയാണ്, അവരുടെ ജീവിക്കുന്നത് അങ്ങനെയാണ് എന്ന് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതായത് പുരുഷനെ പോലെ പെരുമാറുന്ന പെൺകുട്ടിയും പെൺകുട്ടിയെ പോലെ പെരുമാറുന്ന പുരുഷനും ഒക്കെ തന്നെ സ്വാഭാവികമായി തന്നെ ജീവിക്കുന്നവരാണ്. അവരങ്ങനെയാണ്, അവരുടെ ജീവിതം അങ്ങനെയാണ്, അവരുടെ ബ്രെയിൻ കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് അങ്ങനെ മാത്രമേ ജീവിക്കാനും അവരുടെ ഇത് എക്സ്പ്രസ് ചെയ്യാനും പറ്റൂ എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നമ്മുടെ കുട്ടികളെ അടക്കം നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സമയത്താണ് നാളെ ഇത്തരത്തിൽ നമ്മുടെ ഓരോ സാമൂഹിക ഇടങ്ങളിലും ഇത്തരം വിവേചനങ്ങളോ ബുദ്ധിമുട്ടുകളോ പരിഹാസമോ ഒന്നുമില്ലാതെ ഒരു മനുഷ്യന് മെച്ചപ്പെട്ട നിലയിൽ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സർക്കാർ അടക്കം ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സമൂഹ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ കരിക്കുലം കാര്യമായ രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ വർഷം SCERT പുറത്തുവിട്ടിരിക്കുന്ന പാഠപുസ്തകങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വർഷം 1, 3, 5, 7, 9 ക്ലാസ്സുകളിൽ പുതിയ പാഠപുസ്തകങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ പാഠപുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൊസിഷൻ പേപ്പേഴ്സ് തയ്യാറാക്കാൻ വേണ്ടി സർക്കാർ 26 ഫോക്കസ് ഗ്രൂപ്പുകളാണ് ഉണ്ടാക്കിയത്. അതിൽ 2 എണ്ണം ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെയാണ് വളരെ കൃത്യമായ നിർദ്ദേശം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല എഴുതി പിടിപ്പിക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും നമ്മുടെ പാഠപുസ്തകത്തിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാരെ അടക്കം പ്രതിഷ്ഠിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. നോക്കൂ, അവിടെ അതുപോലും എത്രത്തോളം വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കി എന്നുള്ളത്. അപ്പോഴും ഞാനിവിടെ സംസാരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞത് ഭാര്യമാരെ ഭർത്താക്കന്മാർ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. സഹായിക്കാൻ ഭാര്യമാരുടെ ജോലിയേ അല്ല അത് നിങ്ങളുടെ ഭർത്താക്കന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സഹായിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, എനിക്ക് ചെയ്യാൻ ഉള്ള ഉത്തരവാദിത്വം അതേ ഉത്തരവാദിത്വത്തോട് നിറവേറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി, സഹായം ആവശ്യമില്ല എന്ന് തന്നെ പറയണം. സഹായിക്കാനാണെങ്കിൽ സ്വന്തമായി മൊത്തം ചെയ്ത് തീർക്കാൻ വേണ്ടി പറയണം, സഹായിക്കാനുള്ള അവസരം കൊടുക്കരുത്. നമ്മുടെ കുട്ടികളെ പെൺകുട്ടികളൊന്ന് പൊട്ടിച്ചിരിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കണം. കാലിൻ്റെ പുറത്ത് കാല് കയറ്റി ചിരിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്കിഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കാൻ, അവർക്കിഷ്ടമുള്ള കളിപ്പാട്ടം തിരഞ്ഞെടുക്കാൻ, അവർക്കിഷ്ടമുള്ള രീതിയിൽ അവരുടെ ആഗ്രഹങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ സംജാതമാക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് ആ കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക. അത് ജെൻഡർ വ്യത്യാസം ഒന്നുമില്ലാതെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അത് ഒരു മാതൃകയായി തന്നെ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ സ്വീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുവഴി മാത്രമാണ് എന്നെപ്പോലുള്ള കുറേയധികം മനുഷ്യർക്ക്, ഞാൻ ഇവിടെ ഒരു ക്യാമ്പസിലൊരു ആളെ കണ്ടിരുന്നു, കുറച്ച് സമയം ഞാൻ അയാളോട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് തന്നെ ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരവസ്ഥയാണെന്നുള്ള ഉദാഹരണമാണ്. അപ്പോൾ അതിനെ മെച്ചപ്പെട്ട നിലയിൽ അത്തരം അവസരങ്ങളെ വിനിയോഗിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയായി സമൂഹത്തിൽ നിലനിൽക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്നും വിദ്യാഭ്യാസം അതിനുള്ളൊരു ടൂളാക്കി മാറ്റണമെന്നും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ക്യൂറായിട്ടുള്ള വ്യക്തികളോടാണെങ്കിലും അല്ലാത്ത മനുഷ്യരാണെങ്കിലും ഒക്കെ പറയാനുള്ളത് അത് തന്നെയാണ്. ശരിക്കും നമ്മുടെ പരിമിതികളെയും നമ്മുടെ സാധ്യതകളെയും നമ്മൾ സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ അവരുടെ കഴിവിനനുസരിച്ച് മനസ്സിലാക്കി ചേർത്ത് നിർത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു അവസരം ഉണ്ടാവണം. കുട്ടി ജനിക്കുന്ന സമയത്ത് പോയിട്ട് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് യാതൊരു പ്രസക്തിയില്ല. ആണായി ജനിക്കുന്ന കുട്ടി ആണായി തന്നെ വളരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അയാളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് വിധേയമായി അയാൾ
ചിലപ്പോൾ ഫീമെയിൽ ആവാം, അല്ലെങ്കിൽ ഇൻ്റർസെക്സ് ആവാം, അല്ലെങ്കിൽ ജെൻഡർ നോൺ കൺഫോമിങ് ആവാം, അതേതും ആവാം. ഞാൻ 72 പറഞ്ഞില്ല, അതിനകത്ത് ഏതും ആവാം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി ജനിക്കുന്നത് കൊണ്ട് ആദ്യമേ പോയിട്ട് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് മനുഷ്യനാണോ എന്ന് ചോദിക്കാനുള്ള പാകപ്പെടൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതാണ് അനിവാര്യം. ആ പാകപ്പെടലോട് കൂടി തന്നെ ജീവിതത്തെ സമീപിക്കാൻ കഴിയണം. അവശേഷിക്കുന്ന നന്മ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൂടെ കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു ദിശാബോധത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ജീവിതത്തെ കാണാനും മനുഷ്യരെ കാണാനും ചേർത്ത് നിർത്താനും കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ വരാൻ സാധിച്ചതിലും ഇത്രയും സമയം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലുള്ള സ്നേഹവും നന്ദിയും സന്തോഷവും ഒക്കെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ചതിനുള്ള നന്ദിയും സാറിനോടടക്കം ഈ ഒരു വേദിയിൽ പറയുന്നു. എന്നെ ശ്രവിച്ച ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ.